സത്യം പറഞ്ഞ ഓർമ്മയൊക്കെ തിരിച്ചു വന്നപ്പോ ഞാൻ ആദ്യം ചിന്തിച്ചത് എന്താണെന്നറിയോ? എന്താ? എന്നെ രക്ഷപ്പെടുത്തിയ ആളെ കണ്ട ചെകിടത്തൊന്ന് പൊട്ടിക്കണം. ജീവിതം അത്രയ്ക്കങ്ങ് വെറുത്തുപോയി മാഷെ. എന്നിട്ട് ഇപ്പോഴും മാഷിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ കണ്ടപ്പോ ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നപ്പോ മനസ്സിലായോ ഇപ്പൊ എങ്ങനെയാണെന്ന്? എന്തായാലും ഞാൻ ആശുപത്രിയിൽ എത്തിച്ച ആള് ഇത്രയും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന കണ്ടപ്പോ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അതെ. മാഷ് എന്ത് ചെയ്യുന്നു? മാഷാണ്. ഞാനൊരു സ്കൂൾ അധ്യാപകനാ. ഓ ഗ്രേറ്റ്. സബ്ജക്ട്? മലയാളം. മാഷിന്റെ സ്റ്റുഡൻസ് ഒക്കെ വളരെ ലക്കി ആയിരിക്കും. മാഷിന്റെ ക്ലാസ് ഒക്കെ നല്ല മോട്ടിവേറ്റിംഗ് ആയിരിക്കും അല്ലേ? ഒരു ദിവസം ഞാൻ വരുന്നുണ്ട് മാഷിന്റെ ക്ലാസ്സിലിരിക്കാൻ. അത് പിന്നെ സിലബസിൽ നമ്മൾ പഠിക്കുന്ന പാഠങ്ങളൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതാ. പക്ഷേ മീര ജീവിതത്തിൽ നിന്ന് തന്നെ ഒരു വലിയ പാഠം പഠിച്ച ആളാ. വാസ്തവത്തിൽ മീരയുടെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഞാൻ പാഠം പഠിച്ചെന്നോ? ആ, ഞാൻ ഒരു പാഠവും പഠിച്ചില്ല മാഷെ. അത് മീരയ്ക്ക് വെറുതെ തോന്നുന്നതാ. ഒറ്റയ്ക്കിരിക്കുമ്പോ സാവകാശം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ജീവന്റെ വിലയെക്കുറിച്ച് പഠിച്ചു കാണും. ഒരാളൊരു ആശുപത്രിയിൽ കുറച്ചു ദിവസം കിടക്കുമ്പോഴുള്ള അനുഭവങ്ങൾ പഠിച്ചു കാണും. ആശുപത്രിയിൽ കണ്ട മുഖങ്ങൾ നമ്മളെ പലതും പഠിപ്പിച്ചു കാണും. പഠിച്ചിട്ടില്ലെന്ന് വെറുതെ തോന്നുന്നതാ. കാഷ്വാലിറ്റിയിൽ ഒന്ന് അത്യാവശ്യമായിട്ട് വരണം. ഓക്കെ മാഡം. ഗിരീഷ്, ആ. ഞാൻ ചെല്ലട്ടെ. ഗിരീഷ് ഇറങ്ങല്ലേ? ആ അതെ, ഞാനിപ്പോ ഇറങ്ങും. ശരി, കാണാം. ആ. സോറി കേട്ടോ, കേട്ടിരിക്കാൻ ആളുണ്ടെങ്കിലേ ഞാനൊരു മാഷായങ്ങ് മാറും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും. മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. ഏയ് നെവർ. സൂപ്പർ കാര്യങ്ങളാ മാഷ് പറയുന്നത്. പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു കാര്യം കൂടി പറയണേ. എന്താ? എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെന്ന് തോന്നേ എന്തും. പ്രശ്നങ്ങൾ വരും പോവും. പക്ഷേ ജീവൻ ഒരിക്കൽ പോയാ പോയത് തന്നെ, പിന്നെ തിരിച്ചു കിട്ടില്ല. മാഷ് അടിപൊളിയാ. എനിക്കൊരു ബ്രദറിനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ സിസ്റ്ററെ. മാഷിന്റെ കുടുംബം? അമ്മയുടെ വീട്ടില്. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. വിവാഹം? വരട്ടെ. ഹലോ, എന്താണ് ഇത്ര ആലോചന? ഇതാരാ നന്ദു? ഇതെവിടുന്ന് കിട്ടിയേ? ഇതാരാണെന്ന് പറ. രജനീച്ചയുടെ മുറിയിൽ നിന്നാണ് കിട്ടിയേ? അതെ, ഞാൻ രജനി ചേച്ചിയെ കാണാൻ റൂമിലേക്ക് ചെന്നപ്പോ ചേച്ചി ധൃതിയിൽ ഇറങ്ങിപ്പോയി. ചേച്ചി പോയി കഴിഞ്ഞ് നോക്കിയപ്പോഴാ ഈ ഫോട്ടോ താഴെ കിടക്കുന്ന കണ്ടത്. ചേച്ചിയുടെ കൂടെയുള്ളത് ആരാ? ഇത് ഗിരീഷേട്ടൻ. ചേച്ചി സ്നേഹിച്ചിരുന്ന ഗിരീഷേട്ടൻ. എനിക്കറിയാവുന്ന നല്ല വ്യക്തികളിൽ ഒരാൾ. രജനീച്ചയ്ക്ക് ഗിരീഷേട്ടനെ വലിയ ഇഷ്ടമായിരുന്നു. ഈ ഗിരീഷേട്ടന് മീരെ രക്ഷിച്ച് ആശുപത്രി എത്തിച്ചത്. ആണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
രജനി ചേച്ചിക്ക് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന്. വെറും പ്രണയമായിരുന്നില്ല, പരിശുദ്ധ പ്രണയമായിരുന്നു. ഗിരീഷേട്ടൻ സ്കൂൾ അധ്യാപകനാ. എങ്ങനെയാ അവർ തമ്മിൽ പരിചയപ്പെട്ടെന്നറിയില്ല. ഈ ദിവ്യപ്രണയം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയായിരുന്നു അവരുടെ പ്രണയം. എന്നിട്ട് പിന്നീട് എന്താ അവര് തമ്മിൽ അകന്നത്? അവർ തമ്മിൽ അകന്നെയല്ല, അവരെ അകറ്റിയതാ. ആരകറ്റി? ചന്ദ്രോത്ത് വീട്ടിൽ പ്രഭാവതി. അമ്മയ്ക്ക് സ്നേഹത്തിന്റെ വിലയൊന്നും അറിയില്ലല്ലോ. അമ്മയെന്നും അമ്മയെ മാത്രമല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ. ഗിരീഷേട്ടന്റെ കുടുംബം വലിയ സമ്പന്നമല്ല, അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ മതമോ ജാതിയോ അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ അമ്മ കണ്ടുപിടിച്ചു. എന്ത് കഷ്ടോ ഇത്, പാവ രജനി ചേച്ചി. ഒടുവില് എന്ത് സംഭവിച്ചു? പല നല്ല പ്രണയങ്ങൾക്ക് സംഭവിച്ചു തന്നെ ഇവിടെയും സംഭവിച്ചു. തങ്ങള് കാരണം കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അവരുടെ പ്രണയം മാറ്റിവെച്ചു. രജനീച്ചിയുടെ ഭർത്താവായി അമ്മയുടെ കണ്ണിലെ ഉത്തമനായ ഒരു പുരുഷൻ വന്നു. എന്നിട്ടെന്തായി? ഗിരീഷേട്ടൻ ഇപ്പോഴും അവിവാഹിതനാ. രജനീച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ച എന്താണെന്ന് ദേവിക്കറിയാലോ. എനിക്കൊരു കാര്യം ഉറപ്പായി, രജനീച്ചയുടെ മനസ്സിൽ ഇപ്പോഴും ഗിരീഷേട്ടൻ ഉണ്ട്. ഉറപ്പായും ഉണ്ട് നന്ദു. ഗിരീഷേട്ടൻ മീരയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ആശുപത്രി വരാറുണ്ട്. ഈശ്വര, അവിടെ വെച്ച് അവർ തമ്മിലൊന്ന് കണ്ടിരുന്നെങ്കിൽ. ഹലോ സാർ, പറയണം. ആ കാര്യങ്ങളൊക്കെ ഞാൻ എച്ചമ്മായിട്ട് സംസാരിച്ചാണല്ലോ. ഇപ്പൊ ഞാൻ പുറത്തുള്ളത്. സ്കൂൾ ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് സാംസ്കാരിക വകുപ്പ് മന്ത്രി വരാമെന്ന് പറഞ്ഞതാ. അത് ഞാൻ നോക്കിക്കോളാം. എച്ചമ്മയോടൊന്ന് പറഞ്ഞാ മതി. ബിന്ദു, എങ്ങോട്ടാ? ഞാൻ മീരെ കാണാൻ വേണ്ടി വന്നതാ. എങ്ങനെയിരിക്കുന്നു, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എന്നാ ഞാൻ പൊക്കോട്ടെ? ശരി. രജനി, സുഖമല്ലേ രജനിക്ക്? ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. ഗിരീഷ്, വാക്കുകൾ മുറിയണ്ട. രജനിയുടെ ഏത് ചോദ്യത്തിനും എനിക്ക് ഉത്തരവുണ്ട്. അറിയാം. എനിക്ക് ചോദ്യങ്ങൾ പോലും വരുന്നില്ല. വിഷമിക്കണ്ട.
കാണാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമല്ലേ? ഞാൻ അറിഞ്ഞിരുന്നു ഗിരി ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ. അല്ല മോളെ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ലെങ്കിലേ ഇദ്ദേഹം ഞാൻ ഗിരീഷ്, രജനിയുടെ പഴയൊരു ഫ്രണ്ട്. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ. മോളെ, അയാളെ നല്ല പരിചയമുണ്ടല്ലോ എനിക്ക്. ഞാൻ മീരെ കണ്ടിട്ടൊരു അങ്കിൾ. ഹലോ, എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇപ്പൊ പോയ പയ്യൻ അത് ഗിരീഷ്. ഓ, അപ്പൊ തനിക്ക് അറിയാമല്ലേ? ആ, മീരയെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഗിരീഷാണ്. നല്ല ക്യാരക്ടറാ പയ്യൻ, ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഓ, നന്ദൻ വിളിച്ച് പറഞ്ഞിരുന്നു ഇയാളെ കുറിച്ച്. സത്യം പറയാലോ, ഒരു മോളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഗിരീഷിന് കെട്ടിച്ചു കൊടുക്കാൻ ഏതച്ഛനും അമ്മയും ആഗ്രഹിക്കും. വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ? ലോകത്തുള്ള മറ്റാർക്ക് മകളെ കെട്ടിച്ചു കൊടുത്താലും ആ പോയ ഗിരീഷിന് മോളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. മനസ്സിലായില്ല. നമ്മുടെ രജനിക്ക് പണ്ടൊരു പയ്യനെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം തനിക്കറിയാമല്ലോ. പ്രഭ വലിയ സംഭവമാക്കി ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ. അത് ഈ ഗിരീഷായിരുന്നു. ആണോ? ഓ, അപ്പൊ അതാണ് പ്രഭ അന്ന് അങ്ങനെ പറഞ്ഞത്. എനിക്കൊരു ഭയം, മീരയുടെ ആത്മഹത്യാ ശ്രമം പുറത്തറിയുന്നു. മനസ്സിലായില്ല. അതാ മീരയെ രക്ഷിച്ചുകൊണ്ടുവന്ന ആള്. ആ, ഗിരീഷ്. സത്യത്തിൽ അവൻ എന്റെ ശത്രു ജാനകി. പ്രഭയ്ക്ക് നല്ലത് കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ലെന്ന് എനിക്കിപ്പോ 100% ഉറപ്പായി. ഗിരീഷ് ഒത്തായിരുന്നെങ്കിൽ എത്ര നല്ലൊരു ലൈഫ് രജനിക്ക് കിട്ടിയനെ. അന്ന് ഗിരീഷിനെ രജനിയിൽ നിന്നും മുറിച്ചു മാറ്റി. ഇപ്പൊ ദേവികയെ നന്ദനിൽ നിന്നും അകറ്റുന്നു. ദുരഭിമാനം രക്ഷിക്കാൻ വേണ്ടി പലരുടെ ജീവിതവും ഇല്ലാതാക്കാൻ നോക്കുക. പക്ഷേ മുറിച്ചു മാറ്റിയ ജീവിതങ്ങൾ വീണ്ടും തളിർത്തു വരുമോ എന്നാണ് ഇപ്പൊ എന്റെ സംശയം. മനസ്സിലായില്ല. ഞാൻ വരുമ്പോ ഗിരീഷും രജനിയും ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ആഹാ, രജനി വന്നിട്ടുണ്ടോ? മീരയെ കാണാൻ പോയിരിക്കുക. ആ, അരിയേട്ടൻ വാ. രജനീച്ചി, എന്താ ഭീകര സങ്കടം പോലെ? എന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ലേ? സന്തോഷിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ നീ ചെയ്തത്. ഇവിടുത്തെ തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞു വരാന്ന് കരുതി. അതുമല്ല, അന്വേഷിച്ചു വരുമ്പോഴായിരിക്കും വിഷമം കൂടുന്നത്. വിഷമമൊക്കെ മാറി വരുന്നു. ദാ കുറച്ചു നേരത്തെ ഒരു ചങ്ങായി വന്നു, എന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന കക്ഷി ഒരു ഗിരീഷ്.
ആളോട് സംസാരിച്ചപ്പോ മനസ്സൊന്ന് റിലാക്സ് ആയി. പരിചയപ്പെട്ടിരിക്കേണ്ട കക്ഷിയാ. ജാനകി എന്റെ ഇടയിൽ നമ്പറുണ്ട്. അല്ല, ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യം അറിയോ? ദേഷ്യോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അല്ല, ദേഷ്യം കാണും, എനിക്കറിയാം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഞാൻ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ സ്വാതന്ത്ര്യം കൊണ്ടല്ലേ മീര? പ്രഭാന്റിയും അങ്ങനെ തന്നെയാ പറഞ്ഞ്. ഇപ്പൊ ആലോചിക്കുമ്പോ അത്ഭുതം തോന്നുക, എങ്ങനെ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന്. ആ ഗിരീഷ് ആത്മഹത്യയെക്കുറിച്ച് ചോദിച്ചു. പക്ഷെ ചില അവസ്ഥകളിൽ നമ്മൾ ചെയ്തു പോവും. ഇത്തിരി മനക്കെട്ടിയുള്ളവര് പിടിച്ചു നിൽക്കും. സിദ്ധു, ഞാൻ ഓഫീസിലേക്ക് പോവാ. ശരി. സിദ്ധു എന്താ പറഞ്ഞേ? സിദ്ധു, ഒന്നുകൂടെ പറഞ്ഞേ, കേക്കട്ടെ. ഓരോ ദിവസം മാറും തോറും ശബ്ദം വ്യക്തമായി വരുന്നുണ്ട്. സിദ്ധു, പ്രഭാന്നൊന്ന് വിളിക്ക്. ഞാൻ എന്റെ കാത് നിറയെ, അല്ല മനസ്സ് നിറയെ ഒന്ന് കേക്കട്ടെ. വിളിക്ക് സിദ്ധു, പ്രഭാന്നൊന്ന് വിളിക്ക്. കഴിയും, അധികം വൈകാതെ സിദ്ധു സംസാരിക്കും. എനിക്കറിയാം, നമ്മുടെ വീട്ടിൽ ഇനിയുള്ള ദിവസങ്ങൾ സന്തോഷത്തിൻ്റെതാ. മീര ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരട്ടെ, ഈ വീട് തന്നെ മാറും. അപ്പോഴേക്കും സിദ്ധു സംസാരിക്കും, ഉറപ്പാ. പലർക്കും ഞാനൊരു കടുംപിടുത്തക്കാരിയാ, ദുരഭിമാനിയാ, ദേഷ്യക്കാരിയാ. സ്വഭാവത്തിലെ ചില രീതികൾ മരണം വരെ ഉണ്ടാവും. പക്ഷെ സിദ്ധുവിനോടുള്ള എന്റെ സ്നേഹം അതൊരു കളങ്കമില്ലാത്തതാ. മറ്റൊരാളോട് ഞാൻ ദേഷ്യം കാണിക്കുമ്പോ ദേഷ്യം മാത്രമേ ഉള്ളൂ. സിദ്ധുവിനോട് ദേഷ്യം കാണിച്ചാലും അകത്തൊരു സ്നേഹം ഉണ്ടാവും. സംസാരം കുറച്ചുകൂടി ശരിയായി കഴിഞ്ഞാ ആ സന്തോഷ വാർത്ത ഞാൻ ലോകത്തോട് മുഴുവനും വിളിച്ചു പറയും. നമ്മൾ ചന്ദ്രോത്ത് ഒരാഘോഷം തന്നെ സംഘടിപ്പിക്കും. ഇതുവരെ സംസാരിക്കാത്തതിന്റെ മുതലും പലിശയും ചേർത്ത് അന്ന് സംസാരിക്കണം. ദേവിക, അതല്ലേ ചോദിച്ചത്? ഞാൻ പറയുന്നത് മീരയുടെ കാര്യമാ. സിദ്ധു സംസാരിച്ചു തുടങ്ങിയ പിന്നെ എല്ലാവരോടും സംസാരിക്കും. മീരയോടും സംസാരിക്കും, അല്ലേ? സംസാരിക്കണം. പക്ഷേ ദേവികയുടെയും നന്ദന്റെയും കാര്യം മാത്രം മീരയോട് പറയരുത്. സിദ്ധു, ഞാൻ ഈ താലിയിൽ പിടിച്ച അന്ന് സത്യം ചെയ്തത്. ആ രഹസ്യം മീരയോട് പറഞ്ഞ അന്ന് ഞാൻ ജീവിതം അവസാനിപ്പിക്കുമെന്ന്. എനിക്കറിയാം സിദ്ധുവിന് എന്നെ മനസ്സിലായിട്ടുണ്ടെന്ന്. എന്നാ ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. നന്ദ, എനിക്കൊന്ന് ഓഫീസ് പോണം. ഒരുപാട് ഫയലുകൾ പെൻഡിങ് ആയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞാണെങ്കിൽ ഞാൻ പോവാം. വേണ്ട, നീ ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. ഞാനവിടെ ഉള്ളതിനേക്കാൾ നീ ഉണ്ടെങ്കിൽ
മീരയ്ക്കത് വലിയ ആശ്വാസവും. അമ്മേ, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. എന്നാ പൊയ്ക്കോ. നീ ചെന്നിട്ട് രജനിയും കൊണ്ട് പറഞ്ഞുവിട്. ഞാൻ ഇറങ്ങാം. ദേവി, വാ വാ. ഇതെങ്ങോട്ടാ രണ്ടുപേരും കൂടി? ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ ഭാര്യ ഇവള്. ഞങ്ങൾക്ക് എവിടെയൊക്കെ പോകാൻ കാണും. അങ്ങനെ നീ ഇവളുമായിട്ട് എന്നോട് കാര്യം പറയാതെ പോവോ? സ്നേഹത്തോട് അമ്മയോട് പറഞ്ഞ് പുറത്തു പോകാൻ എനിക്കറിയാം. പക്ഷേ ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെ അല്ലല്ലോ. ഞാനൊരു സത്യം പറയട്ടെ അമ്മേ. അമ്മ പലപ്പോഴും സംസാരിക്കുന്നത് ഒരു ഏകാധിപതിയുടെ സ്വരത്തിലാ. എന്തായാലും അമ്മ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഞാനും ദേവി ഒന്ന് പുറത്തു പോവാം. ഈ വീട്ടിലെ ഒരു കുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയില. ആ സമയത്ത് തന്നെ വേണോ കറങ്ങലും രസിക്കലും ഒക്കെ? ഞങ്ങൾ ആശുപത്രിയിലേക്കും പോകുന്നുണ്ട്. ഇവളുമായിട്ട് നന്ദൻ ആശുപത്രി പോയാൽ അത് കുഴപ്പമാ. മീര ഇവളോട് സ്നേഹത്തോടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും. ആന്റി, മീര ആശുപത്രിയിലായത് മുതല് ഞാൻ ആഗ്രഹിക്കുന്നതാ അവളെ ചെന്നൊന്ന് കാണാൻ. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. കൊള്ളാം. മരിക്കാൻ പ്രേരിപ്പിച്ചിട്ട് ക്ഷമ ചോദിക്കാൻ പോകുന്നു. ആര് മരിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് ആന്റി പറയുന്നേ? നീ അല്ലാതാരാ?